മുന്നോട്ട് പോകും. രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ ഈശ്വർ, വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്. PS പ്രശാന്ത് വാദിച്ചിരുന്നത് തനിക്കൊരു പങ്കുമില്ല, ഇതിന് രാഷ്ട്രീയ പ്രേരിതമാണ്, തൻ്റെ ഭാഗത്ത് എല്ലാം ക്ലിയറാണ്, മുൻകാലങ്ങളിൽ നടന്ന അഴിമതി അത് പുറത്തു കൊണ്ടുവരാൻ വഴിവെക്കുന്ന നീക്കങ്ങളാണ് തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നൊക്കെയാണ്. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണോ? നമുക്ക് പറയാൻ കഴിയില്ല. കോടതി, ഞാൻ മുമ്പ് അതിശക്തമായി SITയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തന്ത്രിയോടടക്കമുള്ള കള്ളക്കേസ് കാണിച്ചതിന് ശേഷം SITയിൽ വിശ്വാസം പൊതുസമൂഹത്തിന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ട് എന്ത് പറയുന്നു, കോടതി എന്ത് പറയുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്തായാലും വളരെ പ്രസക്തമായ അറസ്റ്റാണെന്ന് ആർക്കും സംശയം കാണില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും കോടതിയുടെ ഒരു നിരീക്ഷണത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എത്രമാത്രം ഇതിന് പ്രസക്തിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കും. CPM എന്തായാലും പ്രശാന്തിനൊരു രാഷ്ട്രീയ സംരക്ഷണം ഉയർത്തുന്നില്ല എന്ന് വേണം. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം അല്പം മുമ്പ് വന്നു. അവർ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, അന്വേഷണത്തിന്റെ വഴിക്ക് പോട്ടെ എന്നതാണ്. ഒരുപക്ഷെ ശബരിമല CPMന് അങ്ങനെ പറയാൻ കഴിയും. കാര്യം CPMന്റെ കാലത്ത് ഒരുപാട് SIT അവർ മിസ്യൂസ് ചെയ്തതാണ്. കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്യില്ല. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലാജിയെ പോലെ വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഒരു ആഭ്യന്തരമന്ത്രി ഭരിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കോടതിയുടെ നിരീക്ഷണത്തിലാണെന്നാണല്ലോ CPMക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതേ കോടതികൾ തന്നെ, ഹൈക്കോടതി തന്നെ ഇലക്ഷൻ ആകുമ്പോൾ ഈ SITയുടെ എല്ലാ ഊർജവും ആർജവും തീരുന്നു എന്ന നിരീക്ഷണവും കേരള ഹൈക്കോടതി നടത്തിയിട്ടുണ്ട്, സിംഗിൾ ബെഞ്ച്. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു എന്താണ് അദ്ദേഹത്തിനെതിരെ സ്പെസിഫിക് ആയ ചാർജ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഇതിനൊരു ക്ലോഷർ ഉണ്ടാക്കണം. ഇനി ഒരു റിക്വസ്റ്റ് നിങ്ങൾ വഴി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എത്ര സ്വർണം പോയി, ആരെടുത്തു? ഈ സാധനം ഇതേവരെ SIT പറഞ്ഞിട്ടില്ല. എത്ര മാസങ്ങളായി, എത്ര സ്വർണമാണ് പോയത്, സ്വർണം എങ്ങോട്ട് പോയി, ഇതുവരെ SITക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ദൗർബല്യമല്ലേ? അതുകൊണ്ട് ആ അടിസ്ഥാന ചോദ്യങ്ങളുടെ ക്ലാരിറ്റി ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടോ? SIT ഇനിയിപ്പം സെപ്റ്റംബർ 3-നാണ് കേസ് വീണ്ടും കോടതിക്ക് മുന്നിൽ എത്തുന്നത്. അതിനു മുമ്പ് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര കാലമായി ഇതുവരെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യില്ല. ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാതെ CPMവുമായി ബന്ധപ്പെട്ട നേതാക്കൾക്ക് ജാമ്യം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടാനുള്ള അവസരം ഉണ്ടാക്കി. എന്നാൽ തന്ത്രിയെ കള്ളക്കേസിൽ കുടുക്കി. അപ്പൊ SITയുടെ പല നിലപാടുകളും എന്താ പറയണേ, എല്ലാ ബഹുമാനത്തോടെയും പറഞ്ഞോട്ടെ, സംശയാസ്പദമല്ലേ? അല്ലെന്ന് നമുക്ക് പറയാൻ കഴിയൂ. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ആദ്യത്തെ ആവേശമോ അത്യാവേശമോ പിന്നെ തോന്നിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അതായത് ഈ ഇപ്പോഴത്തെ SITയുടെ നീക്കത്തിൽ താങ്കൾ അത്ര കണ്ട് വിശ്വാസം നൽകുന്നില്ല, വിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. കോടതിയിൽ വരുമ്പോഴേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കോടതിയിൽ വരുമ്പോ കോടതിയുടെ ഒരു എന്താ പറയണ ഇതും കൂടെ വരണം. എന്നാൽ മാത്രമേ നമുക്കത് എടുക്കാൻ കഴിയൂ. വേറൊന്നും കൊണ്ടല്ല. എന്താണ് കോടതിയുടെ പൊസിഷൻ, അവരെന്താ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്? ഇപ്പൊ അങ്ങേക്ക് ഓർമ്മ കാണും, തന്ത്രിയെ കുറിച്ച് പറഞ്ഞത് മറ്റേ തന്ത്രി അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്നൊക്കെയാണ്. ചിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞാണ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും തട്ടിപ്പാണോ എന്നറിയില്ല. എനിക്ക് CPMക്കാരോട് ഒരു അനുഭാവവുമില്ല. പക്ഷെ SITയിൽ അവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, കാര്യങ്ങൾ എങ്ങനെ മാറി മറിയുന്നു നോക്കട്ടെ. അല്ല, ഒരു കാര്യം കൂടി, SIT എന്ന് പറയുന്നത് നമ്മളൊരു സ്വതന്ത്ര സംവിധാനം എന്നതാണല്ലോ ഇതുവരെ പ്രതീക്ഷിച്ചത്. കാരണം കോടതി ഓരോ ഘട്ടത്തിലും നിരീക്ഷിക്കുന്നു, അവർ കൃത്യമായി കരുതുന്നു. പക്ഷെ അതിനു മുമ്പ് രാഹുൽ ഈശ്വർ, ഒരു പ്രധാനപ്പെട്ട കാര്യം, SITയുടെ ഇതുവരെയുള്ള നീക്കത്തിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ഈ അന്വേഷണത്തെ നമുക്ക് തള്ളിക്കളയാൻ ഞാൻ ബഹുമാനപ്പെട്ട കോടതികൾ എന്ത് ചെയ്താലും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ വ്യക്തിയാണ് ഞാൻ. പക്ഷെ അവിടെ ഒരു സംശയം, SIT ഇതുവരെ ചാർജ് ഷീറ്റ് പോലും കൊടുത്തിട്ടില്ല. SIT എന്ത് കണ്ടുപിടിച്ചു എന്നാ പറയണേ? സാധാരണ ജനങ്ങൾക്ക് ഇനി നമുക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല കേട്ടോ. സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ഡൗട്ട്, എന്താ SIT എത്ര സ്വർണം പോയി, എവിടെ പോയി, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും SIT തരുന്നില്ല. അപ്പൊ സ്വാഭാവികമാണ്. അവിടെ അവർ കണ്ടെത്തുന്ന ഒരു ന്യായം ഇതാണ്, ചില ശാസ്ത്രീയ പരിശോധനയുടെ പ്രശ്നമുണ്ട്. കാരണം ഈ നഷ്ടമായ സ്വർണത്തിന്റെ അളവ് കണ്ടെത്താൻ ചില പ്രശ്നങ്ങൾ ഉണ്ട്. കൃത്യമായ കണക്ക് ഈ ചാർജ് ഷീറ്റിൽ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇത്ര കാലം കഴിഞ്ഞിട്ടും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാത്തപ്പോ ആൾക്കാർക്ക് സംശയം ഉണ്ടാകുന്നതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാറ്റേണ്ടത് SIT ആണ്. അത് മാറ്റേണ്ടത് SIT ആണെന്ന് മറക്കരുത്. അതായത് അടിസ്ഥാന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാത്തപ്പോ സ്വാഭാവികമായ സംശയങ്ങൾ തോന്നും എന്ന വിഷയം നമ്മൾ മറക്കാതിരുന്നാണ്. ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ്. ഈ കണ്ഠരര് രാജീവരുടെ ആവശ്യത്തിൽ മകനെ
ചുമതല ഏൽപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഇന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാൻ പോവുകയാണ്. ദേവസ്വം ബോർഡ് അനുകൂലമാണ്. ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈക്കോടതിയുടെ സമീപനം ഇന്ന് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഹൈക്കോടതി സമീപനം ഇന്ന് വന്നു കഴിഞ്ഞു. ഇന്ന് ദേവസ്വം ബോർഡ് തീരുമാനം ഇനി ഉണ്ടാവേണ്ടതുള്ളൂ. ദേവസ്വം ബോർഡ് തീരുമാനം എടുക്കാമെന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. ദേവസ്വം ബോർഡിന് അനുകൂലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ജയകുമാർ സാറിന്റെ ഒക്കെ വാചകങ്ങളിൽ നിന്നും അന്നത്തെ മാധ്യമ വാർത്തകളിൽ നിന്നും അങ്ങനെയാണ് വന്നത്. സബ്ജക്ട് ടു കറക്ഷൻ വരട്ടെ, നമുക്ക് എന്തായാലും കാണാം. ശരി, യെസ്, അതാണ് കാത്തിരിക്കേണ്ട കാര്യം. എന്തായാലും രാഹുൽ ഈശ്വറാണ് പ്രതികരിച്ചത്. SITയുടെ നീക്കങ്ങളിൽ ചില സംശയമൊക്കെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നടക്കാൻ പോകുന്ന നീക്കങ്ങൾ എന്ന് മാത്രമല്ല, കോടതിക്ക് മുന്നിൽ ഇതെങ്ങനെ ഫ്രെയിം ചെയ്യപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് എന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു കാലഘട്ടത്തിൽ ഇത്ര അധികം ചർച്ച ചെയ്ത് സർക്കാരുകളുടെ ഇമേജുകൾ നഷ്ടപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് കൈകാര്യം ചെയ്തതിൽ പിഴവ് പറ്റിയെന്നത് CPM തന്നെ വിലയിരുത്തുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ കേസ് അതിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി എന്ത് നീക്കമെന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നു. ഒടുവിൽ PS പ്രശാന്തിനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക അറസ്റ്റ് രേഖപ്പെടുത്തൽ, തുടർന്ന് കോടതിക്ക് മുന്നിലേക്ക്. ഇതാണ് പ്രധാനപ്പെട്ട നീക്കമുണ്ടാവുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ SIT കസ്റ്റഡിയിലെടുത്തവരെയെല്ലാം റിമാൻഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയും ഉണ്ടാവുന്നത് തന്നെയായിരിക്കുമോ എന്നതാണ് ചോദ്യം. പ്രശാന്തും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഒരുപക്ഷെ കോടതിക്ക് മുന്നിൽ ഉണ്ടാവാം. ഒരുപക്ഷെ അറസ്റ്റ് മുന്നിൽ കണ്ടിരുന്നു എന്നതിനാൽ തന്നെ പ്രശാന്ത് ചില തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു എന്ന കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് ഇക്കാര്യത്തിൽ. ഒപ്പം രാഷ്ട്രീയ പ്രതികരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് കരുതാം. ഒന്ന് ആഭ്യന്തരമന്ത്രി, മറ്റൊന്ന് ദേവസ്വം മന്ത്രി. ഈ വിഷയത്തിൽ ഇനി എന്ത്, എങ്ങനെ എന്ന നീക്കം കൂടി ഉണ്ടാകും. PS പ്രശാന്തിനെ സംബന്ധിച്ച് അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്. CPMൽ എത്തിയത് സമീപ നാളുകളിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് നടക്കിയ രാഷ്ട്രീയ സംരക്ഷണത്തിൽ നിന്ന് CPM ഇപ്പോൾ പിന്മാറിയാൽ ഇനി അങ്ങോട്ട് എന്ത് എന്ന ചോദ്യം കൂടി ഇതിൽ ഉയർന്നു വരുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. CPMൻ്റെ സംസ്ഥാന സമിതി തിരുവനന്തപുരത്ത് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ഈ അറസ്റ്റും അതിലേക്കൊരു വിഷയമായി കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തപ്പെടുന്ന ഈ ഘട്ടങ്ങളിലൊക്കെ ഈ ശബരിമല വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളിലേക്ക് ഉയർന്നു വരും എന്നതാണ് സാഹചര്യം. PS പ്രശാന്തിന് മുന്നിലാണ് ഈ വെല്ലുവിളി ഉണ്ടാവുന്നത്. പ്രശാന്താണ് അറസ്റ്റ്. തീരുമോ, പ്രശാന്തിൽ ഒതുങ്ങുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഇക്കാര്യത്തിൽ പ്രസക്തമാവുകയാണ്. പ്രശാന്തിനപ്പുറം ആര് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ആദ്യഘട്ടങ്ങളിൽ SITക്കുണ്ടായിരുന്ന ഒരു ക്ലീൻ ഇമേജ് ഇപ്പോഴുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ്. രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ ആ ക്ലീൻ ഇമേജ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് കാരണം തന്ത്രിയുടെ അറസ്റ്റാണ് അവർ കാരണമാക്കി പറയുന്നത്. തന്ത്രി കൂടി പ്രതിപട്ടികയിലുണ്ട്. തന്ത്രി കൂടി PS പ്രശാന്തിനൊപ്പം കുറ്റക്കാരനാണ്. തന്ത്രി മുമ്പ് അറസ്റ്റിലായ വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇനി എന്ത്, എങ്ങനെ എന്ന നീക്കം കൂടി പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.